അടി 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 അടി. നമ്മൾ സാൾട്ട് വാട്ടർ ഫിഷിംഗ് നടത്താന്ന് വെച്ചാൽ അഴീക്കിൽ വന്നതാണ് കേട്ടോ. ഞാനേ യോജിനെ, വിനായകനെ, അഖിലേട്ടൻ, അങ്ങനെ ഞങ്ങൾ 4 പേരോടാണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേര് ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് വിനായകനും യൂജിനും ഓരോ മീനെ വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. യൂജിന് ഒരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്, വിനായകന് വേറൊരു വെറൈറ്റി മീനും അടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്താന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. പേരെന്താന്ന് അറിയത്തില്ലെങ്കിൽ അക്വരത്തിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മീനാണ് കേട്ടോ. മീൻ അടിക്കുമെന്ന് തോന്നിയിട്ട് വിനായകന്റെ ഒരു വീഡിയോ എടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ മീൻ അടിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് അടിച്ചത് നിസാരക്കാരനൊന്നും അല്ല, ഒരു ഹമൂറിന്റെ കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞായതുകൊണ്ട് തന്നെ അവനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ലൂർക്കാസ്റ്റ് ചെയ്തിട്ട് മീനൊന്നും കിട്ടാതായപ്പോൾ ഞാനും കുറച്ച് കൊഞ്ചിനെ പുറത്തങ്ങോട്ട് ഇട്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ അടിച്ചത് ഈ ഒരു ഹെലികോപ്റ്റർ മീനാണ് കേട്ടോ. ഇവൻ നേരെ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവനെ ഹെലികോപ്റ്റർ മീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നിന്നപ്പോൾ അഖിലേട്ടന്റെ ലൂറിലൊരു ഹെവി സാധനം കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രൈക്ക് ചെയ്ത മീൻ ഏതാണെങ്കിലും അവൻ അതിനെയും കൊണ്ട് നേരെ ഒരു കല്ലിനിടെ കൊണ്ട് ഉടക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമുക്ക് ആ ലൂറും മിസ്സായി. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി മീൻ അടിക്കുന്നത്. ഇവന്റെ പേരെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഇവൻ നല്ല വിലയുള്ളതും റെയറായിട്ടും ഉള്ള ഒരു മീനാണെന്നാണ് നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. അങ്ങനെ നമ്മൾ 3 കുളത്തിൽ കൊഞ്ചിനെ കോർത്തിട്ടപ്പോൾ 2 കുളത്തിൽ ഒരുമിച്ച് മീൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മീനുകളാണെങ്കിലും 2 പേരോട് ചേർന്നപ്പോൾ നല്ലൊരു ഫൈറ്റ് ആണ് കേട്ടോ ഇവന്മാർ തന്നത്. അങ്ങനെ അടുത്ത പ്രാവശ്യവും നമുക്ക് 2 ഇരട്ട മീനുകളാണ് അടിച്ചേക്കുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ചൂണ്ടയിൽ അടിച്ചത് 2 കൂരി മീനുകളാണ് കേട്ടോ. അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്ത മീനുകളെയും കൂടെ ചേർത്ത് ഏകദേശം 1.5 കിലോളം മീനുകളെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.